പക്ഷേ വസന്തനോട് ചോദിച്ച ചോദ്യം അത് നേരത്തെ ആ ചർച്ചക്കിടയ്ക്ക് വിട്ടുപോയതാണ്. എന്തുകൊണ്ട് ചാമക്കാല ഈ ഫേസ്ബുക്ക് പോസ്റ്റും പിൻവലിച്ചു കൊണ്ടോടി? രണ്ടാമത് ഈ വഴിക്കടവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി എന്ത് ചെയ്യുകയായിരുന്നു? നേരത്തെ AK ശശീന്ദ്രനോട് ചോദിച്ച പോലെ കലാഭവൻ്റെ ഗാനമേള കേൾക്കാൻ പോയിരിക്കുകയായിരുന്നോ? അല്ല അധികാരം തന്നില്ലായിരുന്നോ പഞ്ചായത്തിന് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ? മാത്രമല്ല 3 വിഷയങ്ങൾ ബിജിൻ ചൂണ്ടിക്കാട്ടി. ഈ രാജ്യസഭയിലടക്കം പാർലമെന്റിലടക്കം എന്ത് നിലപാടാണ് നിങ്ങളെടുത്തത്? നിങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ല, അത് മറ്റു കാര്യം. കാരണം 72-ൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണല്ലോ. ഇനിയിപ്പോൾ 2 ദിവസത്തിനകം നിങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധി അവിടെ എത്തുന്നുണ്ട്. അവർക്കെന്തെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും പക്ഷേ 3 വിഷയങ്ങൾ. ഒന്ന്, ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഓടിയതെന്ത്? വഴിക്കടവ് പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ളവർ, ഭരണപക്ഷം, അവിടുത്തെ ഭരിക്കുന്നവർ എന്തെടുക്കുകയായിരുന്നു ഈ സമയത്ത് സർക്കാർ നൽകിയ അധികാരം വെച്ച്? 3, നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ നിയമം ഈ ജനവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വാക്ക് മിണ്ടിയോ? 3 ചോദ്യങ്ങൾ വിജിൻ ചോദിച്ചത് എന്നോടാണല്ലോ. അതെ, അതിനു മുമ്പ് വിജിൻ ഒരു ഉത്തരം കൊടുക്കണം. വിജിൻ പറഞ്ഞു ഞാൻ ചർച്ചയിലൊക്കെ വല്ലാതെ ബഹളം വെക്കുന്നു. വിജിൻ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്റെ ശബ്ദം കേൾക്കപ്പെടണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അത് ജനാധിപത്യത്തിൽ എന്റെ അവകാശമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആങ്കറും അങ്ങും ഒക്കെ ഇടപെടുകയും അങ്ങേക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്തത്, അങ്ങേക്ക് ആ ഇടപെടൽ ഉണ്ടാവാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായും ശബ്ദം കേൾക്കപ്പെടുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ പ്രതിഷേധം ഉണ്ടാവും. അതാണ് എന്റെ ഒച്ചവെക്കൽ. അത് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. മുൻ MLA ക്കില്ല, അത് മനസ്സിലാക്കണം. ഇനി അദ്ദേഹം ചോദിച്ചത് കോൺഗ്രസ് ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാ പ്രിയങ്ക ഗാന്ധി NDTVയുടെ ബൈറ്റാണ്. പ്രിയങ്ക ഗാന്ധി അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സംസാരിക്കുന്നു. രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ലോക്സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ആളുടെ പേര് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ്. രാജ്യസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഈ വിഷയം കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കണ്ട. ഇരുട്ടാക്കിയാൽ അങ്ങേക്ക് മാത്രമാണ് ഇരുട്ടാവുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ വഴിക്കടവിൽ ഈ പറയുന്ന വ്യക്തി പഞ്ചായത്തിന് വെടിവെക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ പന്നികുത്തി അല്ലല്ലോ ആൾ മരിച്ചത്, അല്ലല്ലോ. അവിടെ പന്നിക്കടി ഒരുക്കിയതിന്റെ പേരിൽ ആ നേരത്തെ MJ അടക്കം പറഞ്ഞതുപോലെ കാട്ടുകള്ളൻ, ആ കാട്ടുകള്ളന്റെ കെണിയിൽപ്പെട്ടല്ലേ ഒരാൾ മരിച്ചത്. ആ കാട്ടുകള്ളൻ അവിടെ ഇങ്ങനെ സ്വൈര്യവികാരം നടത്തുന്നുണ്ടെന്നും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും KSEB അറിയിച്ചിരുന്നുവെന്ന് ഇന്ന് കൈരളി ഒഴികെ എല്ലാ മാധ്യമങ്ങളിലും ആ മരണപ്പെട്ട കുഞ്ഞിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞില്ലേ? അല്ല, അതിനകത്തൊരു തിരുത്തുണ്ട് വസന്ത, ഞാൻ ഇടപെടുകയാണ്. അത് KSEB തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാതി KSEBക്ക് ലഭിച്ചിട്ടില്ല, അത് വ്യാജ പ്രചരണമാണ്. അതാണ് പറഞ്ഞത്. നേരത്തെ വസന്ത് ചോദിച്ചതിൽ തന്നെയുണ്ട്, ഈ കാട്ടുകള്ളനാണല്ലോ കുഴപ്പത്തിന് ഇടയാക്കിയത്, ആ പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിന് ഇടയാക്കിയത്. അത് നിങ്ങളുടെ നേതാക്കൾക്ക് ആദ്യം ബോധ്യപ്പെടാഞ്ഞെന്താ? നിങ്ങൾ അതിന് എങ്ങനെയാണ് രാഷ്ട്രീയം ഉപയോഗിച്ചത്? അതാണ് പ്രശ്നം. അങ്ങനെ ഒരു കാട്ടുകള്ളൻ എടുത്ത നിലപാടിനെ തുടർന്ന് ഒരു പിഞ്ചു കുഞ്ഞ് മരിക്കുമ്പോൾ അതിനെ നിങ്ങൾ രാഷ്ട്രീയം ഉപയോഗിച്ചു, അതാണ് പ്രശ്നം. കറണ്ട് ഞാൻ വലിച്ച KSEB അറിയില്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് ഇടപെടുന്നില്ല, പിന്നെ എന്തോന്ന് KSEB? വസന്ത, ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ KSEB എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ ലൈൻ പോകുന്നിടത്തും ആളിങ്ങനെ നോക്കിയിരിക്കുകയാണ് KSEB എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ബാലിശമായി പറയാതെ? KSEB നേരത്തെ തന്നെ ഈ M ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതില്ലേ, കുട്ടനാട്ടിലടക്കം ഇങ്ങനെ ആളുകൾ മരിക്കാറുണ്ട്. നിങ്ങൾ വസന്തിന്റെ ന്യായമാണെങ്കിൽ റോഡിൽ ആളുകൾ മരിക്കുമ്പോഴൊക്കെ റോഡ് അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ശരിയാണ്, നല്ല റോഡ് വേണം, റോഡ് ബോധ്യങ്ങൾ വേണം, ബോധവൽക്കരണം വേണം, അപകടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ ആൾ മരിക്കുമ്പോഴും റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ഉത്തരവാദിത്വം പറയണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത നിലപാടുണ്ടല്ലോ വസന്തേ. അതാണ് നിങ്ങളുടെ കുടിലതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. വസന്ത് പറഞ്ഞതിലുണ്ട് കാര്യം.